നമുക്കൊപ്പം KP രാമനുണ്ണി ചേരുന്നു. തുഞ്ചംപറമ്പിൽ അദ്ദേഹത്തിന് ശേഷം തുഞ്ചംപറമ്പിൽ അതിൻ്റെ മാതൃഭൂമി കൂടി ചേർന്നാണ് തുഞ്ചംപറമ്പിൽ അക്ഷരോത്സവം ആരംഭിച്ചത്. തുഞ്ചംപറമ്പിൻ്റെ പഴയ ഗരിമ തിരിച്ചുപിടിക്കാൻ MTയും മാതൃഭൂമിയും ഒന്നിച്ചാണ് കൈകോർത്തത്. അതിനുശേഷം ആ തുഞ്ചത്ത് ആചാര്യനെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളെയും ഓരോ നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യുക അങ്ങനെ സരസ്വതീ ദേവിയോട് വാണി ദേവിയോട് പ്രവർത്തിച്ച ആ എഴുത്തുകാരൻ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാവിൽ നർത്തനം ചെയ്ത എഴുത്തുകാരൻ ഇല്ലാതാവുന്നു. എനിക്ക് ഈ സമയത്ത് തോന്നുന്നത് മഹാത്മജി തിരോഭവിച്ച സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. ആ വിളക്ക് അണഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് ചുറ്റും ശൂന്യത മാത്രം, ഇരുട്ട് മാത്രം. ജവഹർലാൽ നെഹ്റു പറഞ്ഞ ആ വാക്കുകളാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്. ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇന്ന് ഇരുട്ടാണ്, ശൂന്യതയാണ്. നമ്മുടെ മനസ്സാക്ഷിയായിരുന്ന, നമ്മുടെ സുഹൃതമായിരുന്ന MT മറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ എനിക്കൊരു സമാധാനം, അദ്ദേഹം പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുണ്ട്, എനിക്കെല്ലാവരും നന്നായിരിക്കണം എന്നാണ്. എനിക്ക് എല്ലാവരും, എന്നെ എതിർക്കുന്നവരും ബന്ധക്കാരും സ്വന്തക്കാരും ശത്രുക്കളും ഒക്കെ നന്നാവണമെന്നാണ് എനിക്ക് ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം കേരളത്തിൻ്റെ കൂടെ ഉണ്ടാകും. അദ്ദേഹം മറഞ്ഞാലും അദ്ദേഹം പൊലിപ്പിച്ച അക്ഷര ജ്യോതിസ് മലയാളിയെ മുന്നോട്ട് നയിക്കാൻ കരുത്തേകുക തന്നെ ചെയ്യും. അഭിലാഷേ, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ചതിന് തൊട്ടു പിന്നാലെ MT മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചത് മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശമാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ പ്രസിദ്ധീകരിച്ചത് സേതുവിൻ്റെ പാണ്ഡവപുരമാണ്. KP രാമനുണ്ണിനെ പോലുള്ള ഒരു എഴുത്തുകാരന്, ഒരു പത്രാധിപർ, അക്ഷരത്തിലേക്ക് ചുവട് വയ്ക്കുന്ന ഒരു എഴുത്തുകാരനെ കൈപിടിച്ച് നടത്തിയത് എങ്ങനെയാണ്? എൻ്റെ ചരമവാർഷികം എന്ന നോവൽ MT ആണ് മാതൃഭൂമിയിലെ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച്. എൻ്റെ സാഹിത്യ ജീവിതത്തിൽ വലിയൊരു കുതിപ്പാണ് MTയുടെ പത്രാധിപത്യത്തിന് കീഴിൽ ചരമവാർഷികം മാതൃഭൂമി ആഴ്ചപ്പത്തിൽ പ്രസിദ്ധീകരിച്ചത്. എൻ്റെ തലമുറയിലുള്ള എഴുത്തുകാരിൽ ആദ്യം എൻ്റെ കൃതിയാണ്, നോവലാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്നത്. അതിലും അദ്ദേഹം ആ പുസ്തകമായ സമയത്ത് ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പ്രവേശകം അതിന് എഴുതി തരുകയും ചെയ്തു എന്നാണ്. 20 കൊല്ലം MTയുടെ കൂടെ തുഞ്ചൻപറമ്പിൽ പ്രവർത്തിച്ചു എന്നത് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതാണ്. എനിക്ക് വലിയൊരു സൗഭാഗ്യമായിരുന്നു അത്, അദ്ദേഹത്തിൻ്റെ കൂടെ 20 വർഷം ജോലി ചെയ്തു എന്നുള്ളത്. തുഞ്ചത്ത് ആചാര്യന് നഷ്ടമായ ആ ആചാര്യ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ തീർത്തും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെയാണ് MT അവിടെ എത്തുന്നു, മാതൃഭൂമി അത് ചേർത്ത് പിടിക്കുന്നു. മാതൃഭൂമി ആ തുഞ്ചത്തെഴുത്ത് ഓരോ വിജയദശമി നാളിലും അവിടെ അക്ഷരപൂജ എന്ന് പറയുന്ന ലോകത്ത് ഒരിടത്തുമില്ലാത്ത വിധത്തിൽ, മലയാളത്തിൽ മാത്രമേ ഉള്ളൂ, ആ വിധത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എപ്പോഴും MTയും മാതൃഭൂമിയും ഒന്നിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കേരളത്തിലെ സാംസ്കാരികമായ കുതിപ്പുകൾക്കെല്ലാം കൈകോർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. തുഞ്ചൻപറമ്പിൽ MT ചെയർമാനായി ചാർജ് എടുത്തോടുകൂടി ആ സ്മാരകം ദേശീയ തലത്തിൽ പ്രശസ്തമാവുകയാണ് ഉണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ എങ്ങനെയാണ് തുഞ്ചൻപറമ്പ് നടത്തിക്കൊണ്ടുപോകുന്ന അറിയാൻ വേണ്ടി ആൾക്കാർ വരികയായിരുന്നു. ദേശീയ പ്രശസ്തരായിട്ടുള്ള എല്ലാ എഴുത്തുകാരും വന്നു അവിടെ എന്നുള്ളതാണ്. മാത്രമല്ല, എഴുത്തിനിരുത്തലിനെ തീർത്തും മതേതരമായി ജനകീയമായി മാറ്റി ലോകത്തൊരു സ്ഥലത്തുമില്ലാത്ത നമ്മുടെ മലയാളിയുടെ പവിത്രമായ പാരമ്പര്യത്തെ